പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമമെന്ന് ഡോക്ടർമാർ പറയുമ്പോഴും വിപണിയിലെത്തുന്ന പച്ചക്കറികളും പഴങ്ങളും മാരക വിഷം തളിച്ചതാണെന്ന് തെളിയുന്നു. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പോലും ശേഷിയുള്ള പച്ചക്കറികളിൽ കുത്തിവെക്കുന്നത് ക്യാൻസർ ഉണ്ടാക്കുന്ന കീടനാശിനികളാണെന്നും കണ്ടെത്തി. പച്ചക്കറികളും പഴങ്ങളും ധാരാളമായി ഉപയോഗിക്കണമെന്നാണ് ഡോക്ടർമാർ വിധിക്കുന്നത്. പേരക്ക, മുന്തിരി, ഓറഞ്ച്, നെല്ലിക്ക, ചെറുനാരങ്ങ, തക്കാളി, വത്തക്ക, കുമ്പളങ്ങ എന്നിവ ക്യാൻസറിനെ പോലും തടഞ്ഞു നിർത്തുമെന്ന് ആരോഗ്യവകുപ്പും ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഒന്നുണ്ട്, ഇവയെല്ലാം വിഷമുക്തമായിരിക്കണം. മായങ്ങളുടെയും മറിമായങ്ങളുടെയും പടയോട്ടം നടക്കുന്ന ഇക്കാലത്ത് വിഷവിമുക്തമായ പഴങ്ങളും പച്ചക്കറികളും വെറും സ്വപ്നമാവുകയാണ്. അപകട വഴിയിലൂടെയാണ് പഴം പച്ചക്കറി വിപണി നടന്നു നീങ്ങുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാത്തരം പഴങ്ങൾക്കും ഓരോ കാലവും സമയവുമുണ്ട്. പക്ഷേ ബസാറുകളിലെ കടകളിലും തെരുവോര വിപണികളിലും ഇങ്ങനെയൊരു കാലവും സമയവും ഒന്നിനുമില്ല. ഏത് പഴവും ഏതു കാലത്തും സുലഭമായി കിട്ടും. ആപ്പിളിന്റെ സീസൺ ജനുവരി മുതൽ ജൂലൈ വരെയാണ്. എന്നാൽ ആഗസ്റ്റും സെപ്റ്റംബറിലും എന്നുവേണ്ട ഒക്ടോബറിലും നവംബറിലും നിങ്ങൾക്ക് ആപ്പിൾ കിട്ടും. ആകർഷണം കുറച്ച് കൂടിയെന്നിരിക്കും. യഥാർത്ഥ സീസണിൽ കിട്ടുന്നതിനേക്കാൾ തിളക്കവും നിറവും ഇതിനുണ്ടാവും. മാരക വിഷം കുത്തിനിറച്ചും മെഴുകുപുരട്ടിയും കുട്ടപ്പനാക്കിയാണ് കടകളിൽ ഇവ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. എൻഡോസൾഫാൻ തുടങ്ങിയ രാസവസ്തുക്കളിൽ കുളിപ്പിച്ചെത്തുന്ന പഴങ്ങൾ എത്ര മാസം വേണമെങ്കിലും കേടുകൂടാതെ നിൽക്കും. മുന്തിരിയും മാമ്പഴവും കൈതച്ചക്കയുമെല്ലാം ഇങ്ങനെ വിഷലായനിയിൽ മുക്കിയെടുത്താണ് കാലാകാലം നമ്മുടെ മുന്നിൽ കേടുവരാതെ നിൽക്കുന്നത്. വത്തക്കയിലെ ചുവപ്പ് നിറം കൂട്ടാനായി ഡൈസാക്കറിൻ എന്ന രാസവസ്തു സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിവെക്കുന്നുണ്ട്. മുമ്പൊക്കെ പഴങ്ങളുടെ തൊലിപ്പുറത്ത് ഈച്ച, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ കാണാറുണ്ട്. എന്നാൽ ഇന്ന് അതൊന്നുമില്ല. വൃത്തിയാണ് കാരണമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. ബസന്തോൾ എന്ന ലായനി തളിച്ചാൽ പാറ്റകളൊന്നും പഴങ്ങളുടെ ഏഴയലത്ത് വരില്ല. ഇത്തരം പഴങ്ങൾ ഗർഭിണികൾ കഴിച്ചാൽ ഗർഭസ്ഥ ശിശുവിന് അംഗവൈകല്യം വരെ വന്നേക്കുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. പച്ചക്കറികളുടെ കഥയും വ്യത്യസ്തമല്ല. കാഴ്ചയിൽ സുന്ദരനെങ്കിലും അനുഭവത്തിൽ ഇവ വില്ലന്മാരാണ്. കോളിഫ്ലവർ, കാബേജ്, കാരറ്റ്, വെണ്ട, വഴുതിനി, തക്കാളി എന്നിവ ദിവസങ്ങളോളം കേടുവരാതിരിക്കാൻ മാരകമായ കീടനാശിനിയാണ് തളിക്കുന്നത്. നാടൻ ചീരയിലയിൽ പോലും കൃത്രിമ വിഷദ്രാവകം തളിക്കുന്നുണ്ട്. അതിനാലാണ് ചില ചീരക്കെട്ടുകളിൽ ഒന്നിലും പുഴുക്കുത്ത് കാണാത്തതെന്ന് അധികമാരും അറിയില്ല. തിരക്കിനിടയിൽ കാണാൻ ചന്തമുള്ളതെല്ലാം വാരിക്കൂട്ടുമ്പോൾ ഓർക്കുക, വിഷമാണ് നാം പണം കൊടുത്തു വാങ്ങുന്നത്. രോഗവും മരണവും വില കൊടുത്തു വാങ്ങാൻ മാത്രം വിധിക്കപ്പെട്ടവരായി മലയാളിയുടെ തലവിധി മാറിക്കഴിഞ്ഞു.